എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഭഗവത്ഗീതയിലെ കർമ്മയോഗം അടുത്ത ഒരു ശ്ലോകം നോക്കാം. ചാപ്റ്റർ 3 ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, 34ാമത്തെ ശ്ലോകം. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ഭഗവാൻ പറഞ്ഞു എല്ലാ ജീവികളും ഒരു പ്രത്യേകമായിട്ടുള്ള പ്രകൃതിയുടെ വാസനയുടെ സ്വാധീനത്തിലാണെന്ന്. അപ്പോൾ പിന്നെ ആ ഒരു പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത് ആണ് നമുക്ക് പല പല ചിന്തകളിലേക്കും കർമ്മങ്ങളിലേക്കും ഒക്കെ നമ്മളെ നയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിടിയിൽ നിന്ന് അങ്ങനെ മുക്തരാകാൻ അത്രയ്ക്ക് എളുപ്പമല്ല. അപ്പോൾ ഈ ഗീതയൊക്കെ എന്തിനാണ് ചൊല്ലുന്നത് അല്ലെങ്കിൽ എന്തിനാണ് പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ, നമ്മളെ ശരീരത്തിന് നമ്മൾ ഒരുപാട് ഇപ്പോൾ നല്ല പോഷകങ്ങളൊക്കെ, നല്ല ആഹാരം, നമ്മൾ വളരെ ഡയറ്റൊക്കെ നോക്കിയിട്ട് ആഹാരം കഴിക്കും. അപ്പോൾ ശരീരത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോൾ മനസ്സിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, വളരെ ഒന്നും അധികം നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അതിനു വേണ്ടിയാണ് ഗീതയും ഭാഗവതവും ഒക്കെ പോലുള്ള രാമായണമൊക്കെ. കാരണം നമ്മൾ ശരീരവും മനസ്സിനെയും നല്ലതാക്കി വെച്ചാൽ മാത്രമേ ജീവിതത്തിൽ നമ്മൾ നല്ലൊരു ജീവിതം കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ ഇപ്പോൾ നമ്മൾ വാട്ട് ഈസ് ഹെൽത്ത് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, ശരീരത്തിൻ്റെ മാത്രം നല്ല ഒരു അവസ്ഥയ്ക്കല്ല ഹെൽത്ത് എന്ന് പറയും. മാനസികവും ശാരീരികവുമായ നല്ല ഒരു അവസ്ഥ നേടിയെടുക്കുന്നതാണ് ഹെൽത്ത് അല്ലെങ്കിൽ നല്ല ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യവും വേണം. അപ്പോൾ മാനസികമായിട്ട് നമ്മളൊരു നല്ല അവസ്ഥയിൽ നിൽക്കണമെങ്കിൽ അതിനാവശ്യമുള്ളതാണ് ഗീതയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അതിൽ എല്ലാ തത്വങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ നമ്മൾ എടുത്തുകൊണ്ട് ജീവിതത്തിൽ അത് ഫോളോ ചെയ്യുക. അതാണല്ലോ എല്ലാ മതക്കാരും അങ്ങനെയാണല്ലോ. അവരൊരു ഗ്രന്ഥം എടുത്ത് അതിനെ പിന്നെ ജീവിതത്തിലുടനീളം കൊണ്ട് നടക്കുന്നു. ഇപ്പോൾ ഖുറാനാണെങ്കിൽ ഖുറാൻ അവർ വായിക്കുന്നു എപ്പോഴും, അല്ലെങ്കിൽ എപ്പോഴും അതിലെ കാര്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നു. ബൈബിളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നു. അപ്പം നമുക്ക് ഇവിടെ ഒരുപാട് ഗ്രന്ഥങ്ങളുള്ളത് കൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്, എന്ത് വേണം എങ്ങനെ വേണമെന്ന്. അപ്പോൾ അതിൽ നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. അതാണ് പിന്നെ നമ്മുടെ ഒരു ഹിന്ദു മത സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗ്രന്ഥം തിരഞ്ഞെടുത്ത് അത് പറഞ്ഞ വഴിയേ നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതം കുറച്ചുകൂടെ എളുപ്പമായിട്ട് മാറും. അപ്പോൾ ശാസ്ത്രങ്ങളൊക്കെ നല്ലോണം പഠിച്ചു അല്ലെങ്കിൽ ഒരുപാട് ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച ഒരാൾക്ക് പോലും അവരവരുടെ ആ ഒരു ജീവിതം പിന്നെ എന്താ പറയുക, നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കുറച്ച് പ്രയാസമാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വാസനകൾ അത്രയ്ക്കും പ്രബലമാണ്. നമ്മുടെ ജന്മജന്മാന്തരമായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ചിന്തകൾ, അതിനെ നമ്മൾ വാസനകൾ എന്ന് വിളിക്കുന്നത്. ആ വാസനകളാണ് നമ്മളെ ഓരോ കാര്യത്തെയും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രകൃതി, അപ്പോൾ നല്ല പ്രകൃതിയുണ്ട്, മോശമായ പ്രകൃതിയുണ്ട്. അപ്പോൾ ഈ പ്രകൃതി ഭയങ്കര ബലവത്താണെന്നാണ് ഈ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഉത്കൃഷ്ടമായൊരു ജീവിതം നയിക്കാൻ ഒരുപാട് പിന്നെ അറിവുള്ളവർ പോലും കഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു നിർത്തുമ്പോൾ പറയും, അപ്പോൾ എന്താണ്, അപ്പോൾ മാറാത്ത രോഗത്തിന് ഒരു മാറാത്ത രോഗത്തിന് കിട്ടാത്ത മരുന്ന് പറയുന്ന പോലെയാണല്ലോ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം. അതായത് രോഗവും മാറില്ല എന്നും മരുന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അങ്ങനെയല്ല. എന്നാലും കൃഷ്ണൻ നമുക്ക് ഇത്രയും സങ്കീർണമാണ് ചിന്തകളും നമ്മുടെ ജീവിതവും നമ്മുടെ കർമ്മവും കർമ്മഫലവും. അതുകൊണ്ടാണ് മനുഷ്യൻ ഒരുപാട് വിഷമിക്കുന്നത് എന്ന് പറഞ്ഞു തന്നതാണ് ഈ ഒരു ശ്ലോകത്തിൽ.
അപ്പോൾ പിന്നെ അപ്പോൾ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണതയിലേക്ക് എത്തുക എന്നാണ് ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഒരു മനുഷ്യൻ പൂർണ്ണനായിട്ട് തീരണമെങ്കിൽ അവൻ്റെ എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട്, എല്ലാ കർമ്മങ്ങളും അവന് ചെയ്യേണ്ടതെല്ലാം അവൻ നല്ല രീതിയിൽ തന്നെ അനുഷ്ഠിച്ചുകൊണ്ട് അവസാനം എവിടെ നിന്നാണോ നമ്മൾ വന്നത് അവിടേക്ക് തന്നെ എത്തിച്ചേരുക. നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് നമ്മൾ വന്നത് ഭഗവാനിൽ നിന്നാണ് നമ്മളെല്ലാവരും വന്നത്. അപ്പോൾ അവിടേക്ക് തന്നെ നമ്മൾ എത്തിച്ചേരണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു മാർഗം, നമുക്ക് ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും കൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരു തത്വജ്ഞാനിയായിട്ടുള്ള ആളുടെ കർത്തവ്യമാണ് ആ ലക്ഷ്യം സാധിക്കുന്നതിനുള്ള മാർഗവും കൂടെ കാണിച്ചു തരിക. എങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മാത്രം പോരാ, അതിനുള്ള മാർഗവും അപ്പോൾ കാണിച്ചു തരണം എന്ന്. അപ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ പറയും ഒരു പ്രോബ്ലത്തിന് എപ്പോഴും സൊല്യൂഷനാണ് വേണ്ടത്. നമ്മളെപ്പോഴും ജീവിതത്തിൽ പ്രോബ്ലംസിനെ നേരിടുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഈ പ്രോബ്ലംസിനെ മാത്രം ഇങ്ങനെ എടുത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഏതൊരു പ്രോബ്ലത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ചില കുട്ടികളൊക്കെ പറയില്ല അതിനെന്താണ് ഇപ്പോൾ നമുക്കൊരു പരിഹാരം എന്ന് പറയും. അപ്പോൾ നല്ല പിന്നെ എന്താ പറയുക, അതാണ് ഒരു ശരിയായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ പരിഹാരം. അതാണ് നമ്മളുടെ പിന്നെ പല ജ്യോതിഷത്തിലൊക്കെ പരിഹാര മാർഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. അതാണ് പരിഹാരം. അപ്പോൾ കൃഷ്ണൻ എല്ലാ സാധകരെയും ഉപദേശിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ. നമ്മളുടെ മനസ്സിലെ രാഗദ്വേഷങ്ങൾ നമ്മുടെ പ്രകൃതിയെ ഉള്ളതാണ്. അതിനെ തനിയെ മാറ്റാൻ നമുക്കുള്ള ഒരു കഴിവില്ല. അപ്പോൾ ആ കഴിവ് നമുക്ക് നേടിയെടുക്കണം. അതിനാണ് ഈ ഗ്രന്ഥപാരായണങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് നോക്കാം, ഒരു ശ്ലോകം നോക്കാം, 34 വായിക്കാം. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതൗ തയോർനവശമാഗച്ഛേ തൗഹ്യസ്യ പരിബന്ധിതൗ. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതൗ തയോർനവശമാഗച്ഛേ തൗഹ്യസ്യ പരിബന്ധിനൗ. ഇവിടെ പിന്നെ ഭഗവാൻ പറയുന്നത് പിന്നെ ഇന്ദ്രിയങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ വരും, രാഗവും ദ്വേഷവും വരും. അതാണ് ഇന്ദ്രിയസ്യ ഇന്ദ്രിയാർത്ഥേ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളിൽ രാഗദ്വേഷവും വ്യവസ്ഥിതവും, രാഗവും ദ്വേഷവും വ്യവസ്ഥിതവും സ്വതവേ ഉള്ളതാണ്, വ്യവസ്ഥിതമാണ്, സ്വതവേ ഉള്ളതാണ് രാഗവും ദ്വേഷവും. രാഗം എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിൽ അതിനോട് ഇഷ്ടം എന്നുള്ളതിനെയാണ് രാഗം എന്ന് പറയുന്നത്. അനുകൂലമായി വരുന്നതിനോട് ഇഷ്ടം വരുമ്പോൾ അതിനെയാണ് രാഗം എന്ന് പറയുന്നത്. പ്രതികൂലമായ കാര്യങ്ങൾ നമുക്ക് വന്നു ചേരുമ്പോൾ അതിനോട് വെറുപ്പ് വരും, അതിനാണ് ദ്വേഷം എന്ന് പറയുന്നത്. അപ്പോൾ രാഗവും ദ്വേഷവും പിന്നെ ഇന്ദ്രിയങ്ങൾക്ക് പല ഇന്ദ്രിയ വിഷയങ്ങളിൽ രാഗവും ദ്വേഷവും സ്വതവേ ഉള്ളതാണ്. എന്നാൽ അവയ്ക്ക് തയോ എന്ന് പറയുമ്പോൾ അവയ്ക്ക് വശം ന ആഗച്ഛേത്, വശംവദനായിട്ട് പോകരുത്, അധീനനായി പോകരുത്. ഹി എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ട്രെസ്സ് കൊടുക്കുന്നതാണ്. എവിടെയും ഒരു സ്ട്രെസ്സ് കൊടുക്കുന്നതിന് ഹി എന്ന് പറയും. ഹി തൗ അവ രണ്ടും. ആരാണ് ഈ അവ രണ്ടും? ഇപ്പോൾ രാഗവും ദ്വേഷവും എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സിൻ്റെ 2 അവസ്ഥകളാണ് രാഗവും ദ്വേഷവും. ചിലതിനോട് ഇഷ്ടം, ചിലതിനോട് ഇഷ്ടക്കേട്. അപ്പോൾ ഈ രണ്ടും അധീനനായി പോകരുതെന്ന്, അതായത് വശം ന ആഗച്ഛേത്, വശംവദനായിട്ട് പോകരുത്. അപ്പം അസ്യ പരിബന്ധിനാവും. അപ്പോൾ കാരണം അസ്യ ഇവൻ്റെ, അല്ലെങ്കിൽ ഇവൻ്റെ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഈ രാഗവും ദ്വേഷവും ഇവൻ്റെ പരിബന്ധിനവും ശത്രുക്കളാവുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ വിഷയവസ്തുക്കളുടെ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പലതിനോടും ഇഷ്ടമുണ്ടാവും, ചിലതിനോട് ഇഷ്ടമുണ്ടാവും. പ്രിയമായത് കിട്ടുമ്പോൾ ഇഷ്ടവും അപ്രിയമായത് വരുമ്പോൾ നമുക്ക് ഒരു വെറുപ്പും വരും. അപ്പോൾ രാഗവും ദ്വേഷവും അതൊരു നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്ന് പറയും. ഇപ്പോൾ സുഖം ദുഃഖം, ജയം പരാജയം, ഇതുപോലെ തന്നെ ഒരു ദ്വന്ദ്വം തന്നെയാണ് രാഗവും ദ്വേഷവും.
അപ്പോൾ പക്ഷേ ഈ രാഗവും ദ്വേഷവും വരുമ്പോൾ ചിലതിനോട് ഇഷ്ടം ചിലതിനോട് ഇഷ്ടക്കേട്, അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ ആ ഇഷ്ടക്കേട് വരുന്നതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറും. പക്ഷേ രണ്ടിലും ഒരേ സാമ്യാവസ്ഥയിൽ ജീവിക്കണം. അതാണ് സമചിത്തത നേടിയെടുക്കണം എന്ന് പറയുക. രാഗം വരുമ്പോഴും ദ്വേഷം വരുമ്പോഴും, രാഗത്തിലും ദ്വേഷത്തിലും, പ്രിയത്തിലും അപ്രിയത്തിലും, ജയത്തിലും പരാജയത്തിലും, ദുഃഖത്തിലും സുഖത്തിലും, ഇങ്ങനെ നമുക്ക് പറയാം. ദ്വന്ദ്ങ്ങളിലൊക്കെ നമുക്ക് പിന്നെ ഒരേപോലെ ഒരു സമചിത്തത നേടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് അറിവുള്ള ആളുകൾ ഈ അന്ധക്കരണം എന്ന് പറയുന്ന ഈ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇതാണ് അന്ധക്കരണം. ഇതിൻ്റെ തന്നെ അധിപനായിട്ട് മാറുന്നതാണ്. കാരണം മനസ്സ് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് പിന്നെ വേറെ ഒന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പിന്നെ അനുഭവിക്കുന്ന പ്രയാസം എന്ന് പറഞ്ഞാൽ മനസ്സ് അവരുടെ കൺട്രോളിലല്ല. മനസ്സ് ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുക, അതിങ്ങനെ പോവുകയാണ് പലതിൻ്റെ പുറകെ. ഇപ്പോൾ മദ്യം കാണുമ്പോൾ മദ്യത്തിൻ്റെ പുറകെ പിന്നെ പോകുന്ന മനസ്സ്, അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് സ്വന്തം മനസ്സ് സ്വന്തം അധീനത്തിലല്ല എന്ന് പറഞ്ഞു. വേണ്ടാന്ന് വിചാരിച്ച് വേണ്ടാന്ന് വയ്ക്കാൻ കഴിയണം. അപ്പോൾ നമ്മൾ യുവാക്കളൊക്കെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലോകം എന്ത് നല്ലതാവും അല്ലേ. അപ്പോൾ അതുപോലെ പ്രിയവും അപ്രിയവും ഒക്കെ അഹന്തയുടെ ഇതാണെന്ന് പറയാം. അഹന്ത വരുമ്പോഴാണ് നമുക്ക് പ്രിയം, ഒന്നിനോട് ഇഷ്ടം, ഒന്നിനോട് ഇഷ്ടക്കേട്, പ്രിയമാണ് അപ്രിയമാണ്, എനിക്ക് വാസനകൾ. അപ്പോൾ നമ്മുടെ മനസ്സിൽ പല അഹന്ത തല പൊക്കുമ്പോഴാണ് ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ വരുന്നത്. അപ്പോൾ പറയുന്നത് വാസനകളിനെ കുറയ്ക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യണം, സഹസ്രനാമങ്ങളൊക്കെ ജപിക്കുന്നത്. അപ്പോൾ വാസനകൾ കുറഞ്ഞ് നമ്മുടെ മനസ്സിൽ ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ കുറയും. അപ്പോൾ വാസനകൾ കുറയ്ക്കുമ്പോൾ മനസ്സേ തന്നെ അവിടെ ഇല്ലാതെയാവുന്നതാണ്. അപ്പോൾ വലിയ ഗുരുക്കന്മാരൊക്കെ അവരൊക്കെ ചെയ്യുന്നത് മനസ്സിനെ ഇല്ലാതെയാക്കുന്നത്. അപ്പോൾ ഈ മനസ്സ് ആണ് പല പ്രയാസങ്ങൾ കാരണം. അപ്പോൾ മനസ്സ് ഇല്ലാതെയാവുമ്പോൾ ആ ചൈതന്യം പ്രതിഫലിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അഹന്ത ഇല്ലാതെയാവും, മനസ്സിനെ ഇല്ലാതെയാക്കുന്നു. പല സാധനാക്രമങ്ങളിലൂടെ, പല നിഷ്ഠകളിലൂടെ മനസ്സിനെ പതുക്കെ. അപ്പോൾ മനസ്സിലാണ് ചിന്തകളൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിന്തകളുടെ എണ്ണം കുറയും. ചിന്തകളുടെ എണ്ണം കുറയുമ്പോൾ സമാധാനവും ശാന്തിയും ഉണ്ടാവും. അങ്ങനെ ശാന്തമായൊരു മനസ്സും ശാന്തമായൊരു ശരീരവും നമുക്ക് കൊണ്ടു നടക്കാം. അപ്പോൾ അതാണ് ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഓം തത്സത്. ഹരേ കൃഷ്ണ.